എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ എല്ലാവരും ഉള്ളത് കണ്ണൂരാണ്. കിച്ചൂറിന് ചോറ് കൊടുക്കാൻ വന്ന കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ ഞങ്ങളുടെ എല്ലാവരും കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറപ്പെട്ട് നിൽക്കുകയാണ്. നമ്മുടെ റൂമിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ കേട്ടോ അമ്പലത്തേക്കുള്ളത്. അമ്പലത്തിന്റെ അടുത്ത് തന്നെ ആകുമ്പോൾ നല്ല റേറ്റും പിന്നെ തിരക്കും കൂടുതലാകുമ്പോൾ നമുക്ക് റൂമും കിട്ടാൻ ബുദ്ധിമുട്ടാട്ടോ അവിടെ. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പാറുവിന്റെയും ചിത്തൂരിന്റെയും കൂടെ വിഹാന് ചോറ് കൊടുക്കാൻ ഇതേ റൂമിനായിട്ട് ഞങ്ങൾ എടുത്തത്. ഞങ്ങൾക്ക് കിട്ടിയ റൂമിന്റെ ഉടമസ്ഥൻ എക്സ് മിലിറ്ററിയും കൂടെയാണ്. അതുകൊണ്ട് തന്നെ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. താഴത്ത് ഫാമിലി ആയിട്ട് അവരുണ്ട്. മുകളിൽ ഇതുപോലെ ഗസ്റ്റ് ആയിട്ട് വരുമ്പോൾ അവർക്ക് കൊടുക്കും. എല്ലാവർക്കും കൊടുക്കില്ല, ഫാമിലിക്ക് മാത്രമേ കൊടുക്കുള്ളൂ. പിന്നെ ഞങ്ങൾ എല്ലാവരും ഇവിടെ അമ്പലത്തേക്ക് പോകാൻ നോക്കട്ടോ. പിന്നെ വൈശാഖന്റെ കാർ ഉണ്ടായിരുന്നു കോഴിക്കോടുന്ന്. അപ്പൊ ഞാനും മല്ലൂസും തേജൂട്ടനും വൈശാഖേട്ടനും പാടേട്ട കാറിൽ വന്നിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാവരും മറ്റേ കാറിലായിരുന്നു. അതുകൊണ്ട് തന്നെ കോഴിക്കോടുന്ന് കണ്ണൂർ വരെ സുഖമായിട്ടാണ് പോകുന്നത് ഞങ്ങള്. അങ്ങനെ ഞങ്ങൾ കുറെ നാളുകൾക്ക് ശേഷം മുത്തപ്പന്റെ സന്നിധിയിലേക്ക് വീണ്ടും ഞങ്ങൾ എത്തിയിട്ടാ. സാധാരണ ഞങ്ങൾ എപ്പോ വരുമ്പോഴും നല്ല തിരക്ക് കിട്ടാറുണ്ട്. കാരണം ഒഴിവ് ദിവസം നോക്കിയിട്ടല്ലേ ഞങ്ങൾ വരാറ്. ഇന്നാണെങ്കിൽ ചൊവ്വാഴ്ച ദിവസം കേട്ടോ. അതുകൊണ്ട് തന്നെ തീരെ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ. അതുകൊണ്ട് തന്നെ കുറെ നേരം അമ്പലത്തിനുള്ളിൽ സുഖമായിട്ട് തൊഴുതൊട്ടെ ഞങ്ങള്. ഇന്നാണെങ്കിൽ എല്ലാവരും പ്രതീക്ഷിക്കാണ്ട് പിള്ളേരെല്ലാരും ബ്ലാക്ക് കളർ ഡ്രസ്സായിട്ട് ഇട്ടിരിക്കണത്. തേജുട്ടൻ, അല്ലൂസ്, തുമ്പി ഇവര് 3 പേരും ബ്ലാക്ക് കളർ ഡ്രസ്സായിരുന്നു. ഞങ്ങൾ അമ്പലത്തിനുള്ളിലേക്ക് പോണതിന്റെ മുന്നേ നല്ല മഴ പെയ്തിട്ട് പുറത്ത്. പറശ്ശിനിക്കടവ് മുത്തപ്പ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വളപ്പട്ടണം പുഴയുടെ തീരത്താണ് കേട്ടോ. അതുകൊണ്ട് തന്നെ മഴ പെയ്യുമ്പോ പുഴ കാണാൻ നല്ല ഭംഗിയായിരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാവരും പുഴയിൽ കൈയും കാലും കഴുകിയിട്ട് നേരെ അമ്പലത്തിനുള്ളിലേക്ക് കയറിയിട്ട് അമ്പല ദർശനം നടത്തിയിട്ടാ. പിന്നെ ഞങ്ങൾ എല്ലാവരും കുറച്ചു നേരം ചോറൂണിനുള്ള ടോക്കണിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മുടെ കിച്ചുട്ടൻ മുത്തപ്പന്റെ ചോറും കഴിച്ചിട്ടുണ്ട്. പിന്നെ 3 പേർക്കായിട്ട് ഉള്ളിൽ പോയിട്ട് ചോറ് കൊടുക്കാൻ പറ്റുള്ളൂ. അമ്മയും പിന്നെ ആദർശിന്റെ അമ്മയും ആരും പാടെ ഉള്ളിൽ പോയിരുന്ന് ചോറ് കൊടുത്തേ. പിന്നെ ഞങ്ങൾ എല്ലാവരും പാടെ പുറത്തുനിന്ന് കിച്ചൂട്ടിന് പ്രസാദം കൊടുത്തുട്ടോ വന്നിട്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ മുത്തപ്പന്റെ പ്രസാദമായ പയറും നാളികേരും ചായയൊക്കെ അവിടെ നിന്ന് പോയിട്ട് കുടിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും. തേജുനാണെങ്കിൽ ബോറടിക്കുമ്പോ എന്റെ തലയിൽ വന്നിട്ടോ അവന്റെ കൊട്ടും പാട്ടൊക്കെ. എന്റെ അപ്പുറത്തിരുന്ന് കൊട്ടാൻ പിന്നെ സൂര്യൻ വന്നിട്ട് അവിടെ. പിന്നെ 4 ഉണ്ണികളും പാടെ അവിടെ ഇരുന്നിട്ട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കണ്ടേ. തുമ്പിക്കാണെങ്കിൽ ഇത്ര നേരം എന്റെ അടുത്ത് പേടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ടോപ്പിന്റെ അടുത്ത് മെല്ലെ മെല്ലെ കളിക്കാൻ വരുന്നിട്ട് ആള്. അതെല്ലാ പിള്ളേരും അങ്ങനെയാണല്ലോ. ആദ്യം അവർക്ക് പേടിയുണ്ടാവും. പിന്നെ അവരൊപ്പം കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രണ്ടാളും ഫ്രണ്ട്സ് ഔട്ടോ. പിള്ളേർക്ക് എന്നെ ഭീകരനാന്ന് കാണുമ്പോ തോന്നുകയാണെങ്കിൽ എന്റെ ചെറിയ മനസ്സാട്ടാ. പിന്നെ ഞങ്ങൾ എല്ലാരും കൂടി തിരക്കൊന്നും ഇല്ലാത്ത കാരണം ഒരു വട്ടം കൂടി അമ്പലത്തിനുള്ളിൽ പോയിട്ട് തൊഴുതിട്ടോ. കുറച്ചേരം അവിടെ പോയി ഇരിക്കുകയൊക്കെ ചെയ്തേ. അങ്ങനെ ഞങ്ങൾ എല്ലാരും തൊഴുതിട്ട് പുറത്തേക്ക് ഇറങ്ങിട്ടോ. ഇനി അടുത്തതാണ് നമ്മുടെ ടാസ്ക് വരുന്നത്. വേറെ ഒന്നുമില്ല കേട്ടോ. നമ്മുടെ തേജുട്ടനും മല്ലൂസും ഒക്കെ വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിട്ട്, കളിപ്പാട്ടങ്ങൾ വാങ്ങാൻ വേണ്ടിട്ട്. അവരാണെങ്കിൽ സ്വന്തമായിട്ട് പോയിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട് അവിടെ. ഞാനാണെങ്കിൽ എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എനിക്ക് മോതിരങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടാട്ടോ. സ്വർണ്ണ മോതിരം ഇടാനാണ് ആഗ്രഹം. പക്ഷെ ഇപ്പൊ തൽക്കാലം ഇതുകൊണ്ട് തൃപ്തിപ്പെടുക. പിന്നെ തേജുട്ടനും അല്ലൂസിനും അവർക്ക് വേണ്ട സാധനങ്ങൾ കിട്ടിയിട്ടാ. അതില് അവർ രണ്ടാളും ഹാപ്പിയാണെന്ന് അവർ ഫേസ് കണ്ടറിയാട്ടോ. അപ്പൊ ഇതിന്റെ ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.